നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. പഠിച്ചതേ പാടും, ഒത്തുകൂടിയാൽ തമ്മിലടി. അത് കേരളത്തിലെ കോൺഗ്രസുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അടിമൂക്കും, ജനങ്ങൾക്ക് മടുക്കും. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും. കഴിഞ്ഞ 8 കൊല്ലമായി പ്രതിപക്ഷത്തിരുന്ന വെയിലും മഴയും കൊള്ളുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കര പിടിക്കേണ്ടേ? അതും അധികം വിയർപ്പൊന്നും ഒഴുക്കാതെ തന്നെ അതിനുള്ള സാഹചര്യം ഭരണപക്ഷം ഒരുക്കി തന്നിരിക്കെ പുള്ളിപ്പുലിയുടെ പുള്ളി തേച്ചാൽ മായുമോ? ഇല്ല. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന്റെ വിജയത്തെ തുടർന്നുള്ള വാർത്താ സമ്മേളനത്തിൽ ആരാദ്യം മൈക്ക് കൈക്കലാക്കും എന്നതിലായിരുന്നു കെ സുധാകരന്റെയും വി.ഡി. സതീശന്റെയും കടിപിടി. കായബലത്തിൽ തോറ്റ സതീശൻ പിണങ്ങി പിന്മാറി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റും UDF തൂത്തുവാരിയതിന്റെ ആരവം ഒടുങ്ങും മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് സതീശൻ വിളിച്ച പാർട്ടി നേതൃയോഗത്തിൽ സുധാകരന് നോ എൻട്രി. അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെ അധികാരം പിടിക്കാമെന്നതിനെ പറ്റി ഒരാഴ്ച മുമ്പ് വയനാട്ടിലെ കോൺഗ്രസ് ക്യാമ്പിൽ നടന്നത് കൊണ്ടുപിടിച്ച ചർച്ച. ഒറ്റക്കെട്ടായി നീങ്ങാൻ പ്രതിജ്ഞയെടുത്ത പിരിഞ്ഞ നേതാക്കൾ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും കെട്ടുപൊട്ടി. സുധാകരൻ വിളിച്ച നേതൃയോഗത്തിൽ നിന്ന് സതീശൻ ഔട്ട്. പിന്നെ നടന്നത് സതീശവധം. എല്ലാം ഒരു കസേരയ്ക്ക്, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കളി തന്നെ. ഭൈമീ കാമുകന്മാർ പാർട്ടിയിൽ വേറെയും ഉണ്ടെന്ന് മറക്കരുത്. അതേസമയം KPCC നേതൃയോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരായ വിമർശനം ചോർത്തി നൽകിയവർക്കെതിരെ ഹൈക്കമാൻഡ് നടപടിക്കൊരുങ്ങുകയുമാണ്. വാർത്ത നൽകിയവരെ കണ്ടെത്തി പേരും വിവരം ഉടൻ നൽകണം എന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KPCC അച്ചടക്ക സമിതിയുടെ ചുമതല വഹിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാകും വാർത്ത ചോർച്ച അന്വേഷിക്കുക. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നടപടി ഉണ്ടാകും എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. തന്റെ പരാതിയിൽ നടപടിയില്ലാതെ മിഷൻ 2025 ചുമതല ഏറ്റെടുക്കില്ല എന്ന വി.ഡി. സതീശൻ നിലപാട് കടുപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡിന്റെ ഈ നീക്കം. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ ചേർന്ന KPCC നേതൃയോഗത്തിൽ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയരുമെന്ന മുൻകൂർ വിവരം മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു. അവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്ത് എത്തുകയും ചെയ്തു. ഇത് തനിക്കെതിരായ ആസൂത്രിത നീക്കമാണ് എന്ന് വി.ഡി. സതീശന്റെ പരാതി വന്നു. സ്ക്രീൻഷോട്ട് തെളിവ് സഹിതം വി.ഡി. സതീശൻ ഉന്നയിച്ച ഈ പരാതിയിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള ചില ഭാരവാഹികളാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഇവർ KPCC പ്രസിഡന്റ് കെ സുധാകരനുമായി അടുപ്പമുള്ളവരുമാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം മിഷൻ 2025ന്റെ കൺവീനർ എന്ന നിലയിൽ വി.ഡി. സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതോടെ പാർട്ടിയിൽ പിടിമുറുക്കും സതീശൻ എന്ന സാഹചര്യവും ഉണ്ടാകും. അത് ചെറുക്കാനുള്ള നീക്കങ്ങൾ KPCC പ്രസിഡന്റിൽ നിന്നുണ്ടായാൽ സതീശൻ സുധാകരൻ പോര് പുതിയ തലത്തിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. പിന്നെ തമ്മിലടിയും അച്ചടക്ക ലംഘനവും അനുവദിക്കില്ല എന്ന സന്ദേശം നൽകാനാണ് നമ്മുടെ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത്. ആ വാർത്താ ചോർച്ചയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ എന്തായി? ഇനി ഇടഞ്ഞ കൊമ്പനെ നിലയ്ക്ക് നിർത്താൻ ഹൈക്കമാൻഡിനാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം.